ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംഘത്തിലുള്ളവരോട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നിങ്ങൾ എന്നെ മുൻകടക്കുക. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ചെറിയൊരു ഓട്ടപ്പന്തയം നടത്തി. ആ ഓട്ടമത്സരത്തിൽ ഞാൻ അത്യാവശ്യം മെലിഞ്ഞിരിക്കുന്നത് കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ മുൻകടക്കാനും ആദ്യമെത്താനും എനിക്ക് കഴിഞ്ഞു. മറ്റൊരു സമയത്ത് ഇതുപോലെ ഒരു യാത്രയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പോയി. ആ യാത്ര അല്പം എത്തിയപ്പോൾ ഒപ്പമുള്ളവരോട് മുന്നോട്ട് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നിങ്ങൾ എന്നെ മുൻകടക്കുക. അങ്ങനെ വീണ്ടും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു ഓട്ട മത്സരം നടത്തുന്നു. അതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമെത്തുകയും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ രണ്ടാമതാവുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇതന്ന് നിങ്ങൾ വിജയിച്ചതിനു പകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളോട് പെരുമാറിയിരുന്ന സ്നേഹത്തോടെയുള്ള, കാരുണ്യത്തോടെയുള്ള, സന്തോഷത്തോടു കൂടെയുള്ള പെരുമാറ്റത്തിന് ഉദാഹരണമാണ് നമ്മൾ ഈ പറഞ്ഞ ചരിത്രം. ഈ ചരിത്രം ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഖുവൈലത്ത് ബിൻത്ത് ഹക്കീം റളിയല്ലാഹു അൻഹ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കാൻ വന്നു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഖുവൈലത്ത് റളിയല്ലാഹു അൻഹ അത്ര സന്തോഷവതിയല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരീക്ഷിച്ചു. ഖുവൈലത്ത് ബിൻത്ത് ഹക്കീം റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പോയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഖുവൈലത്ത് ബിൻത്ത് ഹക്കീം റളിയല്ലാഹു അൻഹയുടെ സാഹചര്യങ്ങളെക്കുറിച്ചും സന്ദർഭങ്ങളെക്കുറിച്ചും അന്വേഷിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അവർ ഭർത്താവില്ലാത്ത ഒരു ഭാര്യയാണ്. അവരുടെ ഭർത്താവ് പകലിൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്നു. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെപ്പോലെയാണ് അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഖുവൈലത്ത് ബിൻത്ത് ഹക്കീം റളിയല്ലാഹു അൻഹ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ ഭാര്യയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ആളെ അയച്ചു, വരാൻ പറഞ്ഞു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ തിരുസവിധത്തിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ സുന്നത്തിന് എതിര് പ്രവർത്തിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അങ്ങയുടെ സുന്നത്തുകൾ ഞാൻ മുറുകെ പിടിക്കുകയാണ്. ആ സുന്നത്തുകൾക്ക് വേണ്ടി കൂടുതലായി ഞാൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉസ്മാനെ, ഞാൻ ഉറങ്ങുകയും നിസ്കരിക്കുകയും ചെയ്യുന്നു. ഞാൻ നോമ്പെടുക്കുകയും നോമ്പില്ലാത്ത ദിവസങ്ങൾ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നു. ഞാൻ നിക്കാഹ് ചെയ്യുന്നു. ശേഷം ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉസ്മാനെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് ബാധ്യതകളുണ്ട്. ആ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഒരു സ്ത്രീയുടെ പരാതികളെ തിരിച്ചറിഞ്ഞ്, അവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ്, അവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കി തൻ്റെ ശിഷ്യരെ വിളിച്ചു വരുത്തി ആ സ്ത്രീക്ക് വേണ്ടി ശിഷ്യനെ ഉപദേശിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തയ്യാറാകുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ ചരിത്രം നമുക്ക് മുമ്പിൽ വിവരിച്ചു തരുന്നത്. മഹാനായ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സുനനിൽ ഈ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങളെ വകവെച്ചു കൊടുക്കുന്നു, അവർക്ക് കരുണ ചെയ്യുന്നു, അവരുടെ ആവശ്യങ്ങളെ കേട്ടറിയുന്നു, അവയെ പരിഹരിക്കുന്നു. സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ നല്ല ജാഗ്രതയിലായിരിക്കണമെന്ന് ഉമ്മത്തിനെ ഉപദേശിക്കുന്നു, അവർക്ക് വസിയ്യത്ത് ചെയ്യുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നൊരു ഹദീസിൽ കാണാം,
ഇൻകാനത്തിൽ അമത്തു മിൻ ഇമാഇ അഹ്ലിൽ മദീനത്തി ലതഅഖുദു ബിയദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതൻതലിഖു ബിഹി ഹൈസു ശാഅത്. മദീനയിലെ അടിമ സ്ത്രീകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരികയും അവരുടെ ആവശ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമയം ആവശ്യപ്പെടുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോടൊപ്പം പോകുമായിരുന്നു എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സ്ത്രീകളുടെ ആവശ്യങ്ങളെ പരിഗണിക്കാനും അതിനെ പരിഹരിക്കാനും അവരോട് വല്ലാതെ കരുണ ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക മാത്രമല്ല തൻ്റെ ജീവിതത്തിൽ നിന്ന് ധാരാളം ചെയ്ത് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഈ കാരുണ്യമുഖത്തെ മറച്ചു വെക്കുന്ന പുതിയ നവലിബറൽ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് കടന്നു ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അള്ളാഹുവിൻ്റെയും ഇസ്ലാമിൻ്റെയും സ്ത്രീകളോടുള്ള കാരുണ്യ ലോകത്തെ പഠിക്കാനാണ് നാം തയ്യാറാകേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.